Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Okay, today we are going to conclude our one act play. What is the name of the one act play? Yes, Post Early Christmas. അപ്പോൾ നമ്മുടെ ഈ ഒരു വൺ ആക്ട് പ്ലേ നമ്മൾ അവസാനിക്കാൻ പോവാണ് ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട്. ഇൻഷാ അല്ലാ അടുത്ത് തന്നെ, അതായത് maybe Saturday or Monday, you should come to school with your notebooks, and also you will be ready to answer any question from anywhere. Okay, അതുകൊണ്ട് ഇന്ന് മുതൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് നോട്ട് കംപ്ലീറ്റ് ആക്കുക. ദെൻ സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതുവരെയാണോ എടുത്തിട്ടുള്ളത് അതുവരെ നന്നായിട്ട് വായിച്ച് പഠിച്ച് റെഡി ആയിരിക്കുക. സ്കൂളിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്ന നിമിഷം അതെന്നാണോ അന്ന് ഇന്ന് നടന്ന തീരുമാനപ്രകാരം ഒരുപക്ഷേ മേ ബി സാറ്റർഡേ ഓർ മൺഡേ. സോ യു ഷുഡ് പ്രിപ്പയർ ഫോർ കം ടു സ്കൂൾ. സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറാവുക വിത്ത് യുവർ പാരൻറ്റ്. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. നോട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അതുപോലെ എടുത്തത് വരെയുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് തറോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റിലെ ലാസ്റ്റ് യൂണിറ്റിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഫുൾ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ എവിടുന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ പറ്റിയിരിക്കണം. സോ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടിരിക്കുക. സ്കൂളിലേക്ക് വരാൻ പറയുന്ന സമയത്ത് വരിക. കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ ചെയ്യാം. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റും വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ പറ്റിച്ചിട്ടുണ്ടാവും, പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. ഒക്കെ ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ടീച്ചർ പറയുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനമാണ്. സോ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സിൽ എടുത്ത് കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും നോട്ട് എഴുതി, എനിക്ക് കുറേ നോട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെ പല നോട്ടുകളും ഒരാൾ എഴുതിയിട്ട് മറ്റാൾക്ക് ഫോർവേഡ് ചെയ്തിട്ട് അങ്ങനെ കോപ്പി ആയിട്ട് വന്നതാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും നോട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ മീനിങ്ങും ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അല്ലേ? പിന്നെ നിങ്ങൾ മറ്റുള്ളവരൊന്നും നോക്കി എഴുതില്ല. നിങ്ങളൊക്കെ സ്വന്തമായിട്ട് എഴുതുന്നവർ കുട്ടികളല്ല, എനിക്കറിയാതെ. അതുകൊണ്ട് എവിടെയാണോ ഏത് ക്വസ്റ്റ്യനാണോ കിട്ടുന്നത് അതിൻ്റെ മീനിങ് അത് എഴുതാനുണ്ടായി. കാരണം അതൊക്കെ പറഞ്ഞു തരേണ്ടി വരും ടീച്ചർക്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് നല്ല കുട്ടികളായിട്ട് സ്കൂളിലേക്ക് വരാൻ വേണ്ടി ഫുൾ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ടീച്ചർക്ക് പറയാനുള്ളത്. ഓക്കെ, then take page number 143. then who enters to the scene? ആരാണ് ഇനി സീനിലേക്ക് പ്രവേശിച്ചത്? യെസ്, enter a policeman followed by Betty. In the last class we discussed Betty went to call a policeman. അല്ലേ, പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആരെ പറഞ്ഞയച്ചിരുന്നു? യെസ്, ബേട്ടിയെ പറഞ്ഞയച്ചിരുന്നു. then enter a policeman followed by Betty. Policeman: now then, what's going on here? Come on now, what's the idea hiding under the counter like that? Now then, what's going on here? എന്താണ് ഇവിടെ നടക്കുന്നത്? Come on now, what's the idea? എന്താണ് ആശയം? hiding under the counter like that. ഇതുപോലെ കൗണ്ടറിൻ്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് അതിൻ്റെ ആശയം? അസിസ്റ്റൻറ്റ്: it's a time bomb, constable. It's a time bomb. Policeman: but Higgins, have you been up to some more of your mischief? അത് അവനോട് ചോദിക്കുകയാണ്, എന്ത് നിൻ്റെ വല്ല വികൃതിയും ആണോ എന്ന്. Then farmer: look here, constable, there is a time bomb in that parcel.
അപ്പോൾ ഫാർമർ വ്യക്തമാക്കി പറയുന്നു, ലുക്ക് ഹിയർ കോൺസ്റ്റബിൾ, ദർ ഇസ് എ ടൈം ബോംബ് ഇൻ ദാറ്റ് പാഴ്സൽ. ആ പാഴ്സലിൽ ഒരു ടൈം ബോംബ് ഉണ്ട്. പോലീസ്മാൻ, ഡോണ്ട് ടോക്ക് നോൺസെൻസ് സർ, ഡോണ്ട് ടോക്ക് നോൺസെൻസ്. ഫാർമർ, വെരി വെൽ, ദെൻ ലിസൺ ഫോർ യുവർ സെൽഫ്. ഓക്കെ, നല്ലത്. ദെൻ നൗ യു ലിസൺ ഫോർ യുവർ സെൽഫ്. ഓക്കെ, ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം എങ്കിൽ യു ലിസൺ ഫോർ യുവർ സെൽഫ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. പോലീസ്മാൻ, എ ലൗഡ് ടിക്കിംഗ് നോയ്സ്. ഫാമർ, വാട്ട് ഡിഡ് ഐ ടെൽ യു? ഞാൻ എന്താ പിന്നെ പറഞ്ഞത്? ഗോ ആൻഡ് ഗെറ്റ് എ ബക്കറ്റ് ഓഫ് വാട്ടർ മിസ്. അപ്പോൾ വാട്ട് ഡിഡ് ഐ ടെൽ യു, ഞാൻ എന്താണ് പറഞ്ഞത്? ഗോ ആൻഡ് ഗെറ്റ് എ ബക്കറ്റ് ഓഫ് വാട്ടർ, പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ മിസ്. ദ അസിസ്റ്റൻറ്റ് ഗോസ് ഔട്ട്. പോലീസ്മാൻ, നൗ ലുക്ക് ഹിയർ സർ, യു ഡു യുവർ ജോബ് ആൻഡ് ഐ വിൽ ഡു മൈൻ. അപ്പോൾ ഈ ഫാമർ പറഞ്ഞത് ആർക്ക് ഇഷ്ടമായില്ല? നമ്മുടെ പോലീസ്മാന് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അയാൾ പറയാണ്, നൗ ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ, യു ഡു യുവർ ജോബ്, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക, ഐ വിൽ ഡു മൈൻ, ഞാൻ എൻ്റെ പണി ചെയ്യും. ഹി ടേക്സ് ഔട്ട് ഹിസ് നോട്ട് ബുക്ക്. എന്ത് ചെയ്തു? അയാളുടെ നോട്ട് ബുക്ക് എടുത്തു. ഐ വിൽ ടേക്ക് ഡൗൺ എ ഫ്യൂ ഡീറ്റെയിൽസ്, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? എഴുതിയെടുക്കേണ്ടതുണ്ട്. മിസ്സിസ് ജോൺസ്, ഡോണ്ട് യു തിങ്ക് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഓപ്പൺ ഇറ്റ്? Don't you think it would be better to open it? Assistant enters with the bucket. Assistant, here is a bucket of water. Policeman, now don't panic. ആരും എന്താവണ്ട, പാനിക് ആവണ്ട. I am going to undo it. We will soon get to the bottom of this. He begins to unwrap the parcel. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാനിത് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന്, തുറക്കാൻ പോവുകയാണെന്ന്. അതായത് കവറിൽ പൊതിഞ്ഞതല്ലേ, അപ്പോൾ ഞാനിത് തുറക്കാൻ പോവാണ്. ആരും എന്താ വരുത്, പാനിക് ആവണ്ട, ആരും ടെൻസ്ഡ് ആവണ്ട. ഐ ആം ഗോയിങ് ടു അൺഡു ഇറ്റ്. വി വിൽ സൂൺ ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ഇറ്റ്സ്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ അടിയിൽ എന്താണെന്ന് കണ്ടെത്താം. ഹി ബിഗിൻസ് ടു അൺറാപ്പ് ദ പാഴ്സൽ. അയാൾ പാഴ്സൽ തുറക്കാൻ തുടങ്ങുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ദ ഫോറിൻ ടൂറിസ്റ്റ് എൻറ്റേഴ്സ്. ആര് പ്രവേശിക്കുന്നു? നമ്മുടെ ടൂറിസ്റ്റ് അവിടേക്ക് വരുന്നു. ടൂറിസ്റ്റ്, എക്സ്ക്യൂസ് പ്ലീസ്, but I think I have left my clothes here. Excuse please, but I think I have left my clothes here. ഞാൻ എൻ്റെ ഗ്ലൗസ് ഇവിടെ മറന്നു വെച്ചു എന്ന് തോന്നുന്നു. ഫാർമർ, സ്റ്റോപ്പ് ദാറ്റ് മാൻ കോൺസ്റ്റബിൾ, ഹി ബ്രോട്ട് ദ പാഴ്സൽ. അപ്പോൾ ഫാർമർ പറയാണ്, സ്റ്റോപ്പ് ദാറ്റ് മാൻ, പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് മാൻ കോൺസ്റ്റബിൾ, ഹി ബ്രോട്ട് ദ പാഴ്സൽ. അയാളാണ് ആ പാഴ്സൽ കൊണ്ടുവന്നത്. പോലീസ്മാൻ, ജസ്റ്റ് എ മൊമെൻറ്റ് സർ, ഐ വുഡ് ലൈക്ക് എ വേർഡ് വിത്ത് യു. The farmer hold the tourist arm. Tourist, why do you hold me? അങ്ങനെ ഫാർമർ എന്ത് ചെയ്യാണ്? ടൂറിസ്റ്റിനെ പിടിച്ചു വെക്കുകയാണ്. ദെൻ ടൂറിസ്റ്റ്, why do you hold me? നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചിട്ടുള്ളത്? പോലീസ്മാൻ, ഈസ് ദിസ് യുവർ പാഴ്സൽ ഫീസ് സർ? ഈസ് ദിസ് യുവർ പാഴ്സൽ സർ? ഇത് നിങ്ങളുടെ പാഴ്സലാണോ? ബിക്കോസ് ഐ ആം ഗോയിങ് ടു അൺഡു ഇറ്റ്. കാരണം ഞാനിത് കവർ അഴിക്കാൻ പോവാണ്. ഇത് നിങ്ങളുടേതാണോ? ടൂറിസ്റ്റ്, വാട്ട് ഈസ് ഇറ്റ് യു ഡു? What did you do? Are you mad? Leave alone that parcel. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ലീവ് അലോൺ ദാറ്റ് പാഴ്സൽ. ആ പാഴ്സലിനെ വെറുതെ വിടൂ. പോലീസ്മാൻ, ഡോണ്ട് വറി സർ, ഐ വിൽ സൂൺ ഗെറ്റ് ഇറ്റ് ഓപ്പൺഡ്. ദെൻ ടൂറിസ്റ്റ്, വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? പോലീസ്മാൻ, ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട് ടു നോ സർ. ഇതെന്താണെന്ന് എനിക്ക് അറിയണമെന്ന് ആര് പറയുന്നു? പോലീസ് പറയുന്നു. ടൂറിസ്റ്റ്, ഇറ്റ്സ് ടിക്ലിംഗ്. It's ticking, you fool. But now it has stopped. I am ruined. It's ticking. അതെന്ത് ചെയ്യുന്നു? ആ ടിക്കിങ് സൗണ്ട് ഉണ്ടാക്കുന്നു. യു ഫുൾ, നിങ്ങൾ വിഡ്ഢികൾ. ബട്ട് നൗ ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ്. ഇപ്പം അത് നിന്നു. ഐ ആം റൂയിൻഡ്. ഫാമർ, ഇറ്റ് സ്റ്റോപ്പ് ടിക്കിങ്. ലുക്ക് ഔട്ട് എവറിബഡി, ഇറ്റ്സ് ഗോയിങ് ഓഫ്. ദ പോലീസ്മാൻ throws it into the bucket of water and everybody dives for cover. Tourist, you idiot, you will be punished for this. അപ്പോൾ എന്ത് ചെയ്യുന്നു? പോലീസ്മാന് ഫാർമർ പറയാണ്, ഇറ്റ് സ്റ്റോപ്ഡ് ടിക്കിങ്, ലുക്ക് ഔട്ട് എവരിബഡി, ഇറ്റ്സ് ഗോയിങ് ഓഫ്. പൊട്ടിത്തെറിക്കാൻ പോവാണ് എന്നുള്ളത് ആര് പറയുന്നു? ഫാർമർ പറയുന്നു. അതേ സമയത്ത് എന്ത് ചെയ്യുന്നത്? പോലീസ്മാൻ ത്രോസ് ഇറ്റ് ഇൻ ടു ദ ബക്കറ്റ് ഓഫ് വാട്ടർ. അത് ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. ആൻഡ് എവരിബഡി ഡൈവ്സ് ഫോർ കവർ. ദെൻ ടൂറിസ്റ്റ്, യു ഇഡിയറ്റ്, യു വിൽ ബി പണിഷ്ഡ് ഫോർ ദിസ്.
നിങ്ങൾ വിഡ്ഢികളാണ്, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും, ശിക്ഷിക്കും ഇതിന് വേണ്ടിയിട്ട്. ദ ടൂറിസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് ദ ബക്കറ്റ് ആൻഡ് ഹോൾഡ്സ് എ ലാർജ് ക്ലോക്ക്. അത് ബക്കറ്റിൽ നിന്ന് എടുക്കുന്നത് എന്തായിരുന്നു, ഒരു വലിയ ക്ലോക്കായിരുന്നു. അസിസ്റ്റൻറ്റ്, ഗുഡ് ഗ്രേഷ്യസ്, എ ക്ലോക്ക്. ടൂറിസ്റ്റ്, all the way from Switzerland do I bring this beautiful clock and look at it ruined. I will show you all, you blundering idiots. I will never post anything in this country again. Post early for Christmas. I shall see the postmaster general about this. Then all the way from Switzerland. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിയതാണ്. ഐ ബ്രിങ് ദിസ് ബ്യൂട്ടിഫുൾ ക്ലോക്ക്, ഈ മനോഹരമായിട്ടുള്ള ക്ലോക്ക് ഞാൻ വാങ്ങിയതാണ്. ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്, എന്നിട്ട് അതിലേക്ക് നോക്കാൻ, റൂയിൻഡ്, നശിപ്പിച്ചു നിങ്ങളെല്ലാവരും കൂടി. ഐ വിൽ ഷോ യു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യു ബ്ലണ്ടറിങ് ഇഡിയറ്റ്സ്. ഐ വിൽ നെവർ പോസ്റ്റ് എനിത്തിങ് ഇൻ ദിസ് കൺട്രി അഗൈൻ. ഇനി ഈ കൺട്രിയിൽ ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യില്ല. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഐ ഷാൾ സീ ദ പോസ്റ്റ് മാസ്റ്റർ ജനറൽ, ഞാൻ എന്ത് ചെയ്യും, പോസ്റ്റ് മാസ്റ്റർ ജനറൽക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും അബൌട്ട് ദിസ്, ഇതിനെക്കുറിച്ച്. ആൻഡ് ഹി ഗോസ് ഔട്ട്, അയാൾ പുറത്തേക്ക് പോകുന്നു. അസിസ്റ്റൻറ്റ്, വെൽ ദാറ്റ്സ് ദാറ്റ്. ഷീ പുട്സ് ഓൺ ഹെർ കോട്ട്. പോലീസ്മാൻ, വെർ ആർ യു ഓഫ് ടു മിസ്. നല്ലത്, ദാറ്റ്സ് ദാറ്റ്. അസിസ്റ്റൻ്റ് ചെയ്യുന്നു, അവരുടെ ഷീ പുട്സ് ഓൺ ഹെർ കോട്ട്, അവരുടെ കോട്ട് എടുക്കുന്നു. ആൻഡ് പോലീസ്മാൻ, വെർ ആർ യു ഓഫ് ടു മിസ്, വെർ ആർ യു ഗോ ടു മിസ്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് മിസ്. അസിസ്റ്റൻറ്റ്, ഐ ആം ലീവിങ് ദ പോസ്റ്റ് ഓഫീസ് ഫോർ എവർ, ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് എന്നുള്ള ജോലി എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ്. ഐ ആം ഗോയിങ് ഡൗൺ ടു ദ റോഡ് ടു വർക്ക് അറ്റ് ദ ആനിമൽ ഡിസ്പെൻസറി, ഞാൻ ഇനി താഴെയുള്ള ആനിമൽ ഡിസ്പെൻസറിയിലേക്ക്, ഐ ആം ഗോയിങ് ഡൗൺ ദ റോഡ് ടു വർക്ക് ആനിമൽ ഡിസ്പെൻസറി, ആനിമൽ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ്. ആനിമൽസ് ഡോണ്ട് ഡു സച്ച് സില്ലി തിങ്സ്, ആനിമൽസ് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല, ഇത്തരം നിസ്സാര കാര്യങ്ങൾ ചെയ്യില്ല. ഗുഡ് മോർണിംഗ്. ഷീ വാക്സ് ഔട്ട് വിത്ത് ഹെർ നോസ് ഇൻ ദ എയർ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ 1 ആക്ട് പ്ലേ അവസാനിച്ചു. ഇനി ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 14th ക്വസ്റ്റ്യൻ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ടുഡേ 15th ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ അസിസ്റ്റൻറ്റ് ബ്രിങ് എ ബക്കറ്റ് ഓഫ് വാട്ടർ. എന്തുകൊണ്ടാണ് അസിസ്റ്റൻ്റ് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാനുള്ള കാരണം. ദെൻ വൈ ഡസ് ദ ടൂറിസ്റ്റ് റിട്ടേൺ ടു ദ പോസ്റ്റ് ഓഫീസ്, എന്തുകൊണ്ടാണ് ആ പോസ്റ്റ് ഓഫീസിലേക്ക് ആ ടൂറിസ്റ്റ് റിട്ടേൺ വന്നത്. ഹൗ ഡസ് ദ പ്ലേ എൻഡ്, എങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ദെൻ അബൌട്ട് ദ ഓതർ R.H. Wood, എ ബ്രിട്ടീഷ് ഡ്രാമാറ്റിസ്റ്റ്, ഈസ് ചീഫ്ലി റിമെമ്പേർഡ് ഫോർ his one-act play Post Early for Christmas. His plays are well known for simplicity of language. അത് നമുക്കറിയാം, സിംപ്ലിസിറ്റി അല്ലേ, നമ്മൾ ഈ ലാംഗ്വേജ് ആർക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു പ്ലേ ആണ്. ദെൻ ഡ്രമാറ്റിക് സെറ്റിങ്സ് ആൻഡ് സബ്റ്റിൽ പ്രസൻറ്റേഷൻ ഓഫ് ദ stock characters. The action of the play takes place inside a small post office in an English village. ഒരു ഇംഗ്ലീഷ് വില്ലേജിലെ ഒരു ചെറിയ പോസ്റ്റ് ഓഫീസിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നത്. ആൻഡ് സെൻറ്റേഴ്സ് അറൗണ്ട് എ പാഴ്സൽ ദാറ്റ് ഈസ് മിസ്റ്റേക്കൺ ഫോർ എ ടൈം ബോംബ്, ഒരു ടൈം ബോംബാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, തിങ്ക് ആൻഡ് റൈറ്റ്. ഡു യു തിങ്ക് മിസ്സിസ് ജോൺ ഈസ് റൂഡ് ഇൻ ഹെർ ബിഹേവിയർ, വൈ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മിസ്സിസ് ജോൺ അവളുടെ റൂഡ് ക്യാരക്ടറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ. റൈറ്റ് എസ് ഓർ നോ, ദെൻ വൈ. എസ് ആണെങ്കിലും വൈ ആണെങ്കിലും എസ് ആണെങ്കിലും നോ ആണെങ്കിലും വൈ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. ദെൻ വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബേർട്ടി സേയിങ് ഷീ ഹാസ് അറ്റ് ഹോം വാച്ചിങ് ദ ടെലിവിഷൻ. ഷീ ഹാസ് അറ്റ് ഹോം വാച്ചിങ് ദ ടെലിവിഷൻ എന്ന് ആര് പറയുന്നതാണ്, യെസ് ബേർട്ടി പറയുന്നതാണ് അമ്മയോട് അല്ലേ. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് അവന് അങ്ങനെ പറയാനുള്ള കാരണം, ആ കോണ്ടെക്സ്റ്റാണ് എഴുതാൻ പറയുന്നത്. ദെൻ ഹൗ ഡസ് ദ ഫാമർ ഫ്രൈറ്റൻ ദ പീപ്പിൾ, എങ്ങനെയാണ് ഫാർമർ ആളുകളെ പേടിപ്പിച്ചത്. വാട്ട് മേക്ക് ദ ടൂറിസ്റ്റ് ഡിസൈഡ് ടു സീ ദ പോസ്റ്റ് മാസ്റ്റർ ജനറൽ, എന്തുകൊണ്ടാണ് ടൂറിസ്റ്റ് പോസ്റ്റ് മാസ്റ്റർ ജനറലെ കാണണം എന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം. വൈ ഡസ് ദ അസിസ്റ്റൻറ്റ് ലീവ് ദ പോസ്റ്റ് ഓഫീസ് ഫോർ എവർ, എന്നേക്കുമായിട്ട് പോസ്റ്റ് ഓഫീസിലെ ജോലി വിട്ടുപോവാൻ അസിസ്റ്റൻ്റ് തീരുമാനിക്കാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ്.
ബ്രിങ് ഔട്ട് ദ ഹ്യൂമർ ഇൻ ദ പ്ലേ. ഈ പ്ലേയിൽ തമാശ നിറഞ്ഞ ഭാഗങ്ങൾ എഴുതാനും. ദെൻ കമൻറ്റ് ഓൺ ദ റോൾ ഓഫ് ദ ഫാർമർ ഇൻ ദ പ്ലേ. ഈ പ്ലേയിൽ ഫാർമറുടെ റോള്. ദെൻ ജസ്റ്റിഫൈ ദ ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ പ്ലേ. ഈ ടൈറ്റിൽ പ്ലേയുടെ ടൈറ്റിലിനെ എന്ത് ചെയ്യണം, ന്യായീകരിക്കണം. അത് എത്രമാത്രം ഇതിന് ആപ്റ്റാണ്, അനുയോജ്യമാണ് എന്നുള്ളത്. ദെൻ സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് ദ ഓൾഡ് ജെൻറ്റിൽമാൻ ആൻഡ് ദ അസിസ്റ്റൻറ്റ്. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് ദ ഓൾഡ് ജെൻറ്റിൽമാൻ ആൻഡ് അസിസ്റ്റൻറ്റ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഓൾഡ് ജെൻറ്റിൽമാൻ ആൻഡ് അസിസ്റ്റൻറ്റ്. അസിസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ഓൾഡ് ജെൻറ്റിൽമാൻ്റെ ക്യാരക്ടർ സ്കെച്ചും രണ്ടും എഴുതുക, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നറേറ്റ് ദ ഇവൻറ്റ്സ് ദാറ്റ് ലെഡ് ടു ദ ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ. അതുപോലെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നയിച്ചിട്ടുള്ള ഈ സംഭവങ്ങൾ, ഈവൻറ്റ്സ് ഏതൊക്കെയാണ് അത് എഴുതുക. അപ്പോൾ ഇത്രയും എഴുതി സെൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തിങ്ക് ആൻഡ് റൈറ്റും ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ടീച്ചർ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ ക്ലാസ്സിൽ എടുക്കുന്നത് കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് ചെയ്യുക, നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക. പഠിക്കാൻ ഇതുവരെ പഠിച്ചവർക്ക് കുഴപ്പമുണ്ടാവില്ല, പഠിക്കാത്തവർ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ദെൻ താങ്ക് യു. അസ്സലാമു അലൈക്കും.